തിരുവനന്തപുരം പള്ളിത്തുറയിൽ വീണ്ടും സ്രാവുകൾ വലയിൽ കുടുങ്ങി. കമ്പവലയിലാണ് സ്രാവുകൾ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസവും 2 സ്രാവുകൾ വലയിൽ കുടുങ്ങിയതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ വല മുറിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലകളിൽ സ്രാവുകൾ കുടുങ്ങുന്നത് ഇപ്പോൾ നിരന്തര സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. കമ്പുവലയിലാണ് സ്രാവുകൾ കുടുങ്ങിയത്. ഇന്ന് പള്ളിത്തുറയിൽ ഒരു സ്രാവാണ് വലയിൽ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസവും സ്രാവുകൾ വലയിൽ കുടുങ്ങിയിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കമ്പുവല മുറിച്ചാണ് സ്രാവുകളെ തിരികെ കടലിലേക്ക് വിട്ടത്. സമാനമായ രീതിയിൽ ഇന്നും സംഭവിച്ചു. നിരന്തരമായി കമ്പുവലകളിൽ സ്രാവുകൾ കുടുങ്ങുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഉൾക്കടലിൽ ഉണ്ടാകുന്ന സ്രാവുകൾ കൂട്ടത്തോടെ തീരക്കടലിലെത്തുന്നത് പുത്തൻ പ്രതിഭാസമാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അമിതമായി ആഴക്കടലിൽ ഉണ്ടാകുന്ന ചൂട് മൂലമാണ് ഇങ്ങനെ സ്രാവുകൾ തീരക്കടലിലെത്തുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ജനം, തിരുവനന്തപുരം.